വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാക്കും പ്രവൃത്തിയും ജന്മമെടുക്കുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ചിന്തയിൽ നിന്നും വാക്കുൽ നിർമ്മിക്കപ്പെടുന്നു, ആ വാക്കിൽ നിന്നും പ്രവൃത്തി ഉണ്ടാകുന്നു, ആ പ്രവൃത്തി പിന്നീട് നമ്മുടെ ശീലമായി മാറുന്നു, ആ ശീലം പിന്നീട് നമ്മുടെ സ്വഭാവമായി മാറുന്നു. അങ്ങനെയാണ് ഓരോ മനുഷ്യനും നിർമ്മിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വാക്കിന് വലിയ കരുത്തുണ്ട്, മനുഷ്യനെ നിർമ്മിക്കുന്നതിലും അതുപോലെ നശിപ്പിക്കുന്നതിലും. വാക്കിനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പറയുന്നതാണ് സംഭവിക്കുക. വേദത്തിൽ തഥാസ്തു എന്നൊരു പദപ്രയോഗമുണ്ട്. ഒരു കാര്യം ഉണ്ടാവട്ടെ, ആവട്ടെ എന്ന് പ്രത്യേകമായി ആണ് അതിൻ്റെ അർത്ഥം നൽകുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായി എന്ന്. ആദിയിൽ വചനമുണ്ടായി, പിന്നീടാണ് ബാക്കി എല്ലാ സൃഷ്ടിപ്പും നടക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് സൃഷ്ടാവ് ഒരു കാര്യത്തിനോട് ഉണ്ടാവുക എന്ന് പറയുന്നു, അതുണ്ടായിത്തീരുന്നു. അതോ വാക്ക് സൃഷ്ടിക്കാൻ മാത്രം കെൽപ്പുള്ള കഴിവുള്ള മഹത്തരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വാക്ക് ഉരുവിടുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ വാക്ക് വികാരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വികാരത്തിൽ നിന്ന് വാക്ക് നിർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇമോഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ പലതും പറയാറുള്ളത്. ചില വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ ചിലതൊക്കെ പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വീണ്ടും വിചാരമുണ്ടാവും, അയ്യോ അതപ്പം പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ആ വീണ്ടും വിചാരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ്. പിന്നീട് നമ്മളതിനെ തിരുത്തി മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വികാരത്തെ സ്വാധീനിക്കാനും നമ്മുടെ വാക്കിന് കഴിയും എന്നുള്ളതാണ്. ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാളോട് നമ്മൾ സംസാരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. മകനായിക്കോട്ടെ, മോനെ വാ ഭക്ഷണം കഴിക്കാം. വിളിച്ചു, അവനത് കേട്ടു, പക്ഷേ അവൻ വരുന്നില്ല. രണ്ടാമത്തെ നമ്മൾ വിളി എങ്ങനെ? മോനെ വാ ഭക്ഷണം കഴിക്കാം. ആദ്യം വിളിച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ശബ്ദത്തിലാണ് നമ്മൾ രണ്ടാമത് വിളിച്ചത്. വാക്കുകൾക്ക് മാറ്റമൊന്നുമില്ല. മോനെ വാ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞതും അത് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും സ്വാധീനം, ഇമ്പാക്റ്റ് രണ്ടാണ്. ആദ്യം പറഞ്ഞത് കുറച്ച് മയത്തിലാണ്, രണ്ടാമത് പറഞ്ഞത് കുറച്ചുകൂടെ ഒച്ചത്തിലാണ്, ഇത്തിരി ദേഷ്യത്തിലാണ്. വാക്കുകൾക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ അത് പറഞ്ഞ വികാരം, അത് പറഞ്ഞ മനസ്സിൻ്റെ തലം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ വാക്ക് കേൾക്കുന്ന ആളിലും ആ മാറ്റം ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞത് മോനെ വാ ഭക്ഷണം കഴിക്കാം, മോനെ വാ ഭക്ഷണം കഴിക്കാം, രണ്ടും രണ്ടാണ്. അതേ കാര്യം നമുക്കൊന്ന് മയത്തിൽ പറയുകയാണെങ്കിലോ, മോനെ വാ ഭക്ഷണം കഴിക്കാം. ആ വിളിയിലൊരു സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ആ വിളി കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, വാക്കും വികാരവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. നമ്മളെപ്പോൾ വാക്ക് ഉരുവിടുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും അവരെ വ്രണപ്പെടുത്താതെ, അവരെ വേദനിപ്പിക്കാതെ നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ അത് വലിയ വിജയമായിരിക്കും. നമ്മുടെ വാക്കിന് അവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാവും. പോസിറ്റീവായി നമ്മുടെ വാക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് മാറ്റം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ, ആളുകളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കേണ്ടത്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മളൊരുവിടുന്ന വാക്ക് ഏത് വികാരത്തിൻ്റെ പുറത്താണ് സംസാരിക്കുന്നത്, അത് മറ്റൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ല ബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, വേർഡ്സ് കട്ട് ദാൻ സ്വേർഡ്സ് എന്ന്. വാക്കിന് വാളിനേക്കാൾ മുറിവേൽപ്പിക്കാൻ കഴിയും. വാക്കിന് വാളിനേക്കാൾ മുറിവേൽപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, വാളിൻ്റെ മുറിവ് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോവും. ഒരായുധം കൊണ്ടുണ്ടാകുന്ന മുറിവ് അത് ഉണങ്ങിപ്പോവും, അതിൻ്റെ വേദനയും തീർന്നു പോകും. പക്ഷെ വാക്കുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ആ വേദന എത്ര കാലം നീണ്ടു നിൽക്കും? അതൊരു വലിയ വേദനയായി ആരെയാണോ നമ്മൾ മുറിവേൽപ്പിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ആ മുറിവ് ഉണങ്ങണമെങ്കിൽ അദ്ദേഹവും, അത് വാക്ക് പറഞ്ഞയാളും അതുപോലെ തന്നെ കേട്ടയാളും തമ്മിലൊരു പൊരുത്തപ്പെടൽ, അവർ തമ്മിലൊരു ഫോർഗിവ്നെസ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, സാരമില്ല എന്ന് പറയുമ്പോഴാണത് ആ മുറിവ് ഉണങ്ങുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വാക്ക് മുറിവേൽപ്പിക്കുന്നത് ഇവിടെയാണ്, മനസ്സിൽ. അതുകൊണ്ട് വാക്കുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ വാക്കുരുവിടുന്നുണ്ടോ അത് ബന്ധങ്ങളെ വളർത്തും, അതുപോലെ ബന്ധങ്ങളെ തളർത്താൻ മാത്രം പോകുന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ചില വാക്കുകൾ കൊണ്ട് ചില ആളുകളൊക്കെ പെട്ടെന്ന് ക്ഷോഭ്യരായിക്കൊണ്ട് വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്.
ഞാൻ അവനോട് അങ്ങനെയൊന്നും പറഞ്ഞതല്ല, എനിക്ക് അപ്പത്തെ അവസ്ഥയിൽ അങ്ങനെ പറയേണ്ടി വന്നു എന്നൊക്കെ പറയും. പക്ഷെ ആ വാക്ക് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന എത്ര വലുതാണ്. തീർച്ചയായിട്ടും ഇത് മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. വാക്കിന് സൃഷ്ടിക്കാൻ കഴിയും, അതുപോലെ നശിപ്പിക്കാൻ കഴിയും. വാക്കിന് വേദനിപ്പിക്കാൻ കഴിയും, അതുപോലെ വാക്കിന് സാന്ത്വനിപ്പിക്കാനും കഴിയും എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളെ വേണ്ടപ്പെട്ടവരോട്, നമ്മളോട് അടുത്ത് ഇടപെടുന്നവരോടൊക്കെയും നല്ല വാക്കുകളിൽ സംസാരിക്കാൻ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ, സൗഹൃദത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ, സാന്ത്വനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഊഷ്മളമായിരിക്കും. അങ്ങനെയാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു.